ഹായ് ഫ്രണ്ട്സ്, താജൂസ് കുക്കിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപായിക്കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കാണാം, അതോടൊന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് മാങ്ങ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരൽപ്പം തേങ്ങയാണ്. തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഉപ്പാണ്, ഉപ്പ് പാകത്തിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വേണം. നമുക്ക് ഈ മാങ്ങ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മാങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ. എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരയണമെന്നൊന്നുമില്ല. ഇനി ഒരു ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിനാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിന്